നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എവിടെ നിങ്ങളുടെ ഓൽമോ? എവിടെ ഓൽമോ? ചോദ്യം ബാഴ്സലോണയുടെ എതിരാളികളായിട്ട് ഇന്നലെ കളിക്കാനിറങ്ങിയ കുഞ്ഞൻ ടീം ബാർബോസ്ട്രയുടെ ആരാധകരുടേതാണ്. ഇന്നലെ കോപ്പ ഡെൽ റേയിലെ മത്സരം. ആ മത്സരത്തിൽ FC ബാഴ്സലോണ ബാർബോസ്ട്രയെ പരാജയപ്പെടുത്തി ഏകപക്ഷീയമായ 4 ഗോളുകൾക്കാണ്. പക്ഷേ ആ മത്സരത്തിൽ സ്വാഭാവികമായിട്ടും ഡാനി ഓൽമോ ഇല്ല, പാവു വിക്ടർ ഇല്ല. രണ്ടാളുടെയും നിലവിലെ അവസ്ഥ എല്ലാവർക്കും അറിയാം. അവരുടെ രണ്ടുപേരുടെയും രജിസ്ട്രേഷൻ ലലീഗ റിവോക്ക് ചെയ്തിട്ടുണ്ട്, ലൈസൻസ് റിവോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബാഴ്സലോണ അതിനെതിരെ അപ്പീലും മറ്റുമൊക്കെ ആയിട്ട് ഇനി കോടതിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ ഒഫീഷ്യലായിട്ട് RFEFും ലലീഗയും അറിയിച്ചു രണ്ടുപേരുടെയും രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള പുതിയ അപേക്ഷ റിജക്റ്റ് ചെയ്യുകയാണ് എന്ന്. നിയമക്കുരുക്കതിലുണ്ട്. കാരണം ഒരിക്കൽ റിവോക്ക് ചെയ്യപ്പെട്ട താരത്തിൻ്റെ ലൈസൻസ് അതേ ക്ലബിന് വേണ്ടി അതേ സീസണിൽ വീണ്ടും പുതുക്കാനാവില്ല എന്ന് കൃത്യമായ നിയമമുണ്ട് ലലീഗയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ നടക്കില്ല, ഈ സീസണിൽ ഇനി കളിക്കാൻ പറ്റില്ല എന്ന നിലപാടിലാണ് RFEFും ലലീഗയും ഉള്ളതെങ്കിൽ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് പോവുകയാണ് FC ബാഴ്സലോണ ചെയ്യുന്നത്. അതായത് ഹയർ സ്പോർട്സ് കൗൺസിൽ CSDയിൽ ബാഴ്സലോണ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാൻ പോകുന്നു. അനുകൂലമായ വിധി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജോയൽ ലാപ്പോർട്ടയും സംഘവും. ഈ ഒരു അന്തരീക്ഷത്തിലാണ് ഇന്നലത്തെ കോപ്പ ഡെൽ റേ മത്സരം. സോ അവിടെ ബാർബാസ്ട്രോ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ സ്റ്റാൻഡുകളിൽ നിന്ന് ആരാധകർ വലിയ ഉച്ചത്തിൽ വേർ ഈസ് ഡാനി ഓൽമോ, ഡാനി ഓൽമോ എവിടെ, ഡാനി ഓൽമോ എവിടെയാണവൻ എന്ന് ചോദിച്ചുകൊണ്ട് ചാൻറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അത് തീർച്ചയായിട്ടും ബാഴ്സലോണക്ക് ഒരു കളിയാക്കലാണ്. ബാഴ്സക്ക് സ്വന്തം താരങ്ങളുടെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ പോലും വേണ്ട വിധത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ലലീഗ കാണുന്ന ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്നെന്ന് മാത്രമല്ല, ബാഴ്സലോണയുടെ ആരാധകർ അവരുടെ ബോർഡിനെതിരെ ഇപ്പോൾ പ്രതികരണവുമായിട്ട് രംഗത്ത് വരുന്ന സ്ഥിതിവിശേഷവും ഉണ്ടാക്കിയിരിക്കുന്നു. ഏതായാലും ഡാനി ഓൽമോ ഈ കാര്യത്തിൽ വളരെയധികം നിരാശനാണ് എന്നുള്ള വാർത്തകൾ കൂടി ഇന്നലെ കാറ്റലൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഇന്നലത്തെ കളിക്ക് ശേഷം ജോയൽ ലാപ്പോർട്ടയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിനൊന്നും ഉത്തരം പറയാതെ മറുപടിയില്ലാതെ കാറിൽ കയറി പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ ചെറിയ ടീമുകൾ പോലും ട്രോളുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.